വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പിയാണ്. കണ്ടു നോക്കാം. പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പീനട്ട്സ് ആണ്. കപ്പലണ്ടി ഇതേപോലെ കപ്പലണ്ടി തൊലിയോടുള്ളതാണെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ടോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് വാങ്ങിച്ചേക്കുന്നത്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഓയിൽസ് ഒക്കെ ഒന്ന് റിലീസ് ആവാനായിട്ടാണ്. നാച്ചുറൽ ഓയിൽസ് ഉണ്ട്, പീനട്ടിൽ ഓയിൽ ഉണ്ടാവും, അതൊന്ന് റിലീസ് ആവാനായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യുക. മാത്രമല്ല നമ്മൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1.5 കപ്പ് പീനട്ട്സ് ആണ്, കപ്പലണ്ടി. ഇതിപ്പം ഉപ്പും ഒന്നും ഇല്ലാത്ത ഒരു കപ്പലണ്ടിയാണ്, പ്ലെയിൻ ആയിട്ടുള്ള കപ്പലണ്ടിയാണ്. ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറണം, അതുവരെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം പീനട്ട്സ് ഒക്കെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് ടോസ്റ്റഡായി, ഈ ഒരു കളറായി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. നമുക്കിത് അരച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ പീനട്ട് ബട്ടറിൽ നമുക്ക് പീനട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം, പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേണമെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ഷുഗറോ പിന്നെ ഒരു നുള്ള ഉപ്പും ഒക്കെ ചേർക്കുന്നത്. ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ജസ്റ്റ് പീനട്ട് മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും പീനട്ട് ബട്ടർ ഉണ്ടാക്കാം. ഈ മിക്സർ ഇനി കൂളാവണം. കൂളായ ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ പീനട്ട്സ് ഒക്കെ കൂളായി, ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇതേപോലെ ഒരു പകുതി ക്രഷ്ഡായിട്ട് കിട്ടി. നമുക്ക് സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് നനവായി തുടങ്ങി, ഇതിന് ഓയിൽ റിലീസാകാൻ തുടങ്ങിയിട്ടുണ്ട് പീനട്ട്സിൽ നിന്ന്. വീണ്ടും അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റ് ആകുന്നവരെ അരച്ചെടുക്കുക. ഇപ്പം നോക്കിയാൽ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ ഇതേപോലെ കിട്ടി. ഇനി നമുക്കിതിനകത്ത് ഫ്ലേവറിങ് കൊടുക്കാനായിട്ടുണ്ട്. ഉപ്പ്, കുറച്ച് ഹണി, വളരെ കുറച്ച് ഉപ്പ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഹണി ഞാൻ 1 ടീസ്പൂൺ ഹണി ചേർക്കുക. 1 ടീസ്പൂൺ ഹണി. വീണ്ടും നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഹണി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി, ഒരുപാട് ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇപ്പോൾ ഹണി ഒഴിച്ച് നമ്മൾ ഒത്തിരി നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തിക്കാവും. ഇൻ കേസ് അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കനോള ഓയിലോ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്താൽ അതങ്ങ് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടി. നമുക്കിത് ഒരു ബോട്ടിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ കാണിച്ച അളവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 3/4 കപ്പ് പീനട്ട് ബട്ടറാണ്. എപ്പോഴും നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലൊരു ഹെൽത്തിയർ ഓപ്ഷനാണ് വീടുകളിൽ ഉണ്ടാക്കുന്ന പീനട്ട് ബട്ടർ. അപ്പോൾ പീനട്ട് ബട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളതിനകത്ത് പ്രിസർവേറ്റീവ് ഇടുന്നില്ല, ഓയിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ഹെൽത്തിയർ ഓപ്ഷനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പീനട്ട് ബട്ടർ. പിന്നെ നമുക്ക് ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, സ്പ്രെഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ സാൻഡ്വിച്ച് കൊടുത്തു വിടുമ്പോൾ അതിനകത്ത് പീനട്ട് ബട്ടർ വേണമെങ്കിൽ തേക്കാം. അപ്പോൾ നല്ലൊരു ഹെൽത്തിയർ ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമുക്ക് 1 വീക്ക് നമ്മുടെ വീട്ടിൽ പുറത്ത് ഇരിക്കും, ചീത്തയാവാണ്ടിരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ മാസങ്ങൾ കേടുകൂടാണ്ടിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.